Hi all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെന്റിലേറ്റേഴ്സിനെ പറ്റിയാണ്. സോ why we are using ventilators? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെന്റിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? It is used to provide artificial ventilation to lungs for a long time. അന്നേരം നമ്മുടെ ലങ്സിന് ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വെന്റിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. The main function of ventilator is to ventilate the lungs similar to natural ventilation. നമ്മൾ സാധാരണ ഹാർട്ടിൽ നാച്ചുറൽ വെന്റിലേഷൻ ഹാർട്ടിലെ ലങ്സിൽ നാച്ചുറൽ വെന്റിലേഷൻ നടക്കുന്നത് പോലെ നമ്മുടെ ലങ്സിനെ വെന്റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വെന്റിലേറ്റേഴ്സിൻ്റെ മെയിൻ ഫങ്ഷൻ. വെന്റിലേറ്റേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്റർ, നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്റർ. അന്നേരം എന്താണ് ഈ പോസിറ്റീവ് പ്രഷർ, എന്താണ് നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്റേഴ്സ് എന്ന് നോക്കാം. ഇൻ പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്റേഴ്സ് എ പോസിറ്റീവ് പ്രഷർ ഈസ് ക്രിയേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്നേരം പോസിറ്റീവ് വെന്റിലേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? എ പോസിറ്റീവ് പ്രഷർ ഈസ് ക്രിയേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി. ഒരു പോസിറ്റീവ് പ്രഷർ ബോഡിക്ക് വെളിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അത് എന്തിനെക്കാട്ടിയും കൂടുതലായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ദിസ് ടൈപ്പ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. ഈ പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്ററാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് നെഗറ്റീവ് വെന്റിലേറ്റർ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്റർ? സോ നെഗറ്റീവ് വെന്റിലേറ്റേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഇൻ പാരലൈസ്ഡ് പേഷ്യൻസ്. അന്നേരം നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്റേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പാരലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിലാണ് നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഹിയർ എ നെഗറ്റീവ് പ്രഷർ ഈസ് ക്രിയേറ്റഡ് ഓവർ ദ പേഷ്യൻസ് ചെസ്റ്റ് ടു എക്സ്പാൻഡ് ലങ്സ് സോ ദാറ്റ് എയർ ടു ഫ്ലോ ടു ദ ലങ്സ്. ഈ വെന്റിലേറ്റേഴ്സിനെ നമുക്ക് എന്തെന്നും പറയാം? റെസ്പിറേറ്റേഴ്സ് എന്നും പറയാം. സോ വെന്റിലേറ്റേഴ്സ് ഈസ് ഓൾസോ കോൾഡ് റെസ്പിറേറ്റേഴ്സ്. They can be used in 3 modes. വെന്റിലേറ്റേഴ്സ് നമ്മൾ മെയിനായിട്ട് 3 മോഡിലാണ് യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദി 3 മോഡ്സ് യൂസ്ഡ് ഇൻ വെന്റിലേറ്റേഴ്സ്. ഫസ്റ്റ് വൺ അസിസ്റ്റ് മോഡ്, സെക്കൻഡ് വൺ കൺട്രോൾ മോഡ്, തേർഡ് വൺ അസിസ്റ്റ് കൺട്രോൾ മോഡ്. സോ ഓരോന്നും നമുക്കിനി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ അസിസ്റ്റ് മോഡ്. ഇൻ ദിസ് മോഡ് പേഷ്യൻ്റ് ഈസ് ഏബിൾ ടു കൺട്രോൾ ദെയർ breathing but can't take sufficient amount of air. Here inspiration is triggered by patient. Ventilator helps to inspire but he wants to do so. അന്നേരം ഈ ഒരു മോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പേഷ്യൻറ്റിന് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ കഴിവുണ്ട്, പക്ഷേ സഫിഷ്യൻ്റ് എമൗണ്ട് ഓഫ് എയർ എടുക്കാൻ പറ്റുന്നില്ല. അന്നേരം അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസിസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. ഹിയർ ഇൻസ്പിറേഷൻ ഈസ് ട്രിഗേർഡ് ബൈ പേഷ്യൻ്റ് ആൻഡ് വെന്റിലേറ്റർ ഹെൽപ്സ് ടു ഇൻസ്പയർ വാട്ട് ഹി വാണ്ട്സ് ടു ഡു സോ. അന്നേരം ഇവിടെ എന്താണ്? പേഷ്യൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻസ്പിറേഷൻ ട്രിഗർ ചെയ്യുന്നത് പേഷ്യൻ്റ് ആയിരിക്കും. വെന്റിലേറ്റർ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് വെന്റിലേറ്റർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അസിസ്റ്റ് മോഡ്. ഇനി അടുത്ത് നമുക്ക് കൺട്രോൾ മോഡ് നോക്കാം. ഇൻ ദിസ് മോഡ് വെന്റിലേറ്റേഴ്സ് ആർ റിക്വയർഡ് ഫോർ പേഷ്യൻസ് ഹൂ കാൺ ബ്രീത്ത് ദംസെൽഫ്. അന്നേരം അസിസ്റ്റ് മോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് ബ്രീത്തിങ് കൺട്രോൾ ഉള്ളവരാണ്. അവർക്ക് ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി? ഒരു ഹെൽപ്പ് കൊടുത്താൽ മതി വെന്റിലേറ്ററിന്. അതാണ് അസിസ്റ്റ് മോഡ്. കൺട്രോൾ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്? ആ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തവരാണ്. സോ കൺട്രോൾ മോഡ്. ഇൻ ദിസ് മോഡ് വെന്റിലേറ്റേഴ്സ് ആർ റിക്വയർഡ് ഫോർ പേഷ്യൻസ് ഹൂ കാൺ ബ്രീത്ത് ദംസെൽവ്സ്. അവർക്ക് എന്താണ്? ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തവരാണ് ഈ കൺട്രോൾ മോഡിൽ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ മോഡ്. ഹിയർ വെന്റിലേറ്റേഴ്സ് ഹാസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ പേഷ്യൻസ് ഇൻസ്പിറേഷൻ. ഇവിടെ വെന്റിലേറ്ററാണ് പേഷ്യൻറ്റിൻ്റെ ഇൻസ്പിറേഷൻ കംപ്ലീറ്റ് ആയിട്ടും നിയന്ത്രിക്കുന്നത്. ബ്രീത്തിങ് ഈസ് കൺട്രോൾഡ് ബൈ a timer set to provide which is decided to respiration rate. എന്ന് വെച്ചാൽ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്നത് ഒരു ടൈമറാണ്. അത് ഒരു ഡിസൈഡ് റെസ്പിറേഷൻ റേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
സോ ദാറ്റ്സ് അബൌട്ട് കൺട്രോൾ മോഡ്. ഇനി അടുത്തത് മൂന്നാമത്തെ മോഡ് നോക്കാം, അസിസ്റ്റ് കൺട്രോൾ മോഡ്. ഇറ്റ് ഹാസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് അസിസ്റ്റ് ആൻഡ് കൺട്രോൾ മോഡ്. ഇതിന് രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ഉണ്ട്, അസിസ്റ്റ് മോഡിൻ്റെയും കൺട്രോൾ മോഡിൻ്റെയും ഫീച്ചേഴ്സ് ഉണ്ട്. ആസ് ഇൻ അസിസ്റ്റ് മോഡ്, ഇൻസ്പിറേഷൻ ഇസ് ട്രിഗേർഡ് ബൈ പേഷ്യൻറ്റ്. അസിസ്റ്റ് മോഡിൽ ഇൻസ്പിറേഷൻ ട്രിഗർ ചെയ്തിരുന്ന ആരായിരുന്നു? പേഷ്യൻ്റ് ആയിരുന്നു. ഇഫ് ദ പേഷ്യൻറ്റ് ഫെയിൽസ് ടു ഡു സോ, ventilators come into action, take the full control of respiration. So now it is in control mode. അന്നേരം അസിസ്റ്റ് കൺട്രോൾ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മോഡും, അസിസ്റ്റ് മോഡും ഉണ്ട്, കൺട്രോൾ മോഡും ഉണ്ട്. അന്നേരം ഇതിനകത്ത് അസിസ്റ്റ് മോഡിലാണ് പേഷ്യൻ്റ് ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും അന്നേരം അസിസ്റ്റ് മോഡിൽ ഇൻസ്പിറേഷൻ ട്രിഗർ ചെയ്യുന്ന ആരായിരുന്നു എന്ന് പറഞ്ഞു? പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷേ ഈ പേഷ്യൻറ്റിന് ഈ ഇൻസ്പിറേഷൻ നടത്താൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ആര് മൊത്തം ചാർജ് ഏറ്റെടുക്കും? ഈ വെൻറ്റിലേറ്റർ ഫുൾ കൺട്രോൾ ഏറ്റെടുക്കും. അന്നേരം അത് ഏത് മോഡിലോട്ടായി? കൺട്രോൾ മോഡിലോട്ടായി. അന്നേരം ഈ രണ്ട് മോഡും കൂടെയും വരുന്നതാണ് അസിസ്റ്റ് കൺട്രോൾ മോഡെന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി 3 different modes of operation of ventilator. Next, ventilators are also classified depending on the inflation of lungs. അന്നേരം ലങ്സിൻ്റെ ഇൻഫ്ലേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വെൻറ്റിലേറ്റേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രഷർ സൈക്കിൾഡ് വെൻറ്റിലേറ്റേഴ്സ്, വോളിയം സൈക്കിൾഡ് വെൻറ്റിലേറ്റേഴ്സ്, ടൈം സൈക്കിൾഡ് വെൻറ്റിലേറ്റേഴ്സ്. അന്നേരം ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ? പ്രഷർ സൈക്കിൾഡ് വെൻറ്റിലേറ്റർ, വോളിയം സൈക്കിൾഡ് വെൻറ്റിലേറ്റേഴ്സ്, ടൈം സൈക്കിൾഡ് വെൻറ്റിലേറ്റേഴ്സ്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, pressure cycled ventilators. Here inflation of lungs continues till delivered gas to the patients reaches a predetermined level of pressure. Pressure cycled ventilators എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Here inflation of lungsൻ്റെ inflation എന്ന് പറയുന്നത് continues till delivered gas to the patients. അന്നേരം ഈ ലങ്സിൻ്റെ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. എവിടം വരെ? ഈ പേഷ്യൻറ്റിന് ഡെലിവറി ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഏത് ലെവലെത്തുമ്പോൾ? പ്രീ ഡിറ്റർമിൻഡ് പ്രഷർ ലെവലെത്തുമ്പോൾ വരെ എന്ത് ചെയ്യും? ഈ ഇൻഫ്ലേഷൻ കണ്ടിന്യൂ ചെയ്യും. അതിനെയാണ് എന്താ? പ്രഷർ സൈക്കിൾഡ് വെൻറ്റിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വോളിയം സൈക്കിൾഡ് വെൻറ്റിലേറ്റേഴ്സ് ആകുമ്പോൾ എന്താണ്? ഗ്യാസ് ഡെലിവേർഡ് എന്ന് പറയുന്നത് ഈ ലങ്സിലോട്ട് ലങ്സിൻ്റെ ഇൻഫ്ലേഷൻ ഓഫ് ലങ്സ് കണ്ടിന്യൂസ് ടിൽ ഡെലിവേർഡ് ഗ്യാസ് ടു പേഷ്യൻസ് ടിൽ റീച്ച് എ സ്പെസിഫിക് വോളിയം. അന്നേരം ഇതേ ഉള്ളൂ, പേഷ്യൻറ്റിൻ്റെ എന്താണ് സ്പെസിഫിക് വോളിയത്തിന് അടുത്തെത്തുകയാണെങ്കിൽ ആ ഒരു വോളിയം വാല്യൂ എത്തുന്നത് വരെ ആ ഇൻഫ്ലേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ വോളിയം സൈക്കിൾഡ് വെൻറ്റിലേറ്റർ. ആ പ്രീ ഡിറ്റർമിൻഡ് പ്രഷർ ലെവൽ വരെ ആ ഇൻഫ്ലേഷൻ നടക്കുകയാണെങ്കിൽ പ്രഷർ സൈക്കിൾഡ് വെൻറ്റിലേറ്റേഴ്സ്. ഇനി അടുത്ത ടൈം സൈക്കിൾഡ് വെൻറ്റിലേറ്റേഴ്സ് ഉണ്ട്. ഹിയർ പേഷ്യൻ്റ് ഈസ് സപ്ലൈഡ് വിത്ത് ഓക്സിജൻ ആൻഡ് അതർ ഗ്യാസസ് ഫോർ എ സെർട്ടൺ പീരീഡ് ഓഫ് ടൈം. എന്ന് വെച്ചാൽ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് പേഷ്യൻറ്റിന് എന്ത് കൊടുക്കും? ഓക്സിജനും അതർ ഗ്യാസസും എല്ലാം സപ്ലൈ ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ടൈം സൈക്കിൾഡ് വെൻറ്റിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. വൺസ് എ പ്രീസെറ്റ് ടൈം പീരീഡ് ഈസ് റീച്ചസ്, ഇൻസ്പിറേഷൻ ഫേസ് എൻഡ്സ് ആൻഡ് patient passively exhales. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം modern ventilators. In modern ventilators, ventilation assistance is provided under either of two conditions. Modern ventilatoril ventilation assistance ഈ രണ്ടിലേതെങ്കിലും ഒരു കണ്ടീഷൻ യൂസ് ചെയ്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ബ്രീത്തിങ് ഇനിഷ്യേറ്റഡ് ബൈ ടൈമിംഗ് മെക്കാനിസം. സെക്കൻഡ് വൺ, പേഷ്യൻ്റ് ഇനിഷ്യേറ്റഡ് ബ്രീത്തിങ്. അന്നേരം മോഡേൺ വെൻറ്റിലേറ്ററിൽ വെൻറ്റിലേഷൻ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് ഈ പറയുന്നത്. ഏതെല്ലാം കണ്ടീഷനിലാണ്? ബ്രീത്തിങ് ഇനിഷ്യേറ്റഡ് ബൈ ടൈമിംഗ് മെക്കാനിസം, അല്ലെങ്കിൽ രണ്ടാമത്തത് പേഷ്യൻ്റ് ഇനിഷ്യേറ്റഡ് ബ്രീത്തിങ്. ഡ്യൂറിങ് പേഷ്യൻ്റ് ഇൻസ്പിറേഷൻ, the compressor draws room air through an air filter, then through the main solenoid. It forces the bottom inlet valve of internal bellows chamber open
and forces the bottom bellows chamber outlet valve closed. അന്നേരം പേഷ്യൻറ്റിൻ്റെ ഇൻസ്പിറേഷൻ സമയത്ത് കംപ്രസർ ഡ്രോസ് റൂം എയർ ത്രൂ ആൻ എയർ ഫിൽറ്റർ. അന്നേരം കംപ്രസർ റൂമിലുള്ള എയർ ഒരു എയർ ഫിൽറ്റർ വഴി വലിച്ചെടുക്കും. ആൻഡ് ദെൻ ത്രൂ ദ മെയിൻ സോളിനോയിഡ്. ഫിഗർ കാണിച്ചു തരാം. അപ്പം പേഷ്യൻറ്റിൻ്റെ ഇൻസ്പിറേഷൻ സമയത്ത് എന്താണ് മെയിൻ എയർ ഇതാ കണ്ടോ, ഔട്ട്സൈഡ് എയർ ഒരു ഫിൽറ്റർ വഴി എയർ കംപ്രസർ വലിച്ചെടുത്തിട്ട് എങ്ങോട്ട് വിടും? ഈ മെയിൻ എന്താണ് സോളിനോയിഡിലോട്ട് വിടും. ഓക്കെ, ഡ്രോസ് റൂം എയർ ത്രൂ ആൻ എയർ ഫിൽറ്റർ ദെൻ ത്രൂ ദ മെയിൻ സോളിനോയിഡ്. It forces the bottom inlet valve of internal bellows chamber open and forces bottom bellows chamber outlet valve closed. അന്നേരം ഇത് എവിടെ വന്നു? മെയിൻ സോളിനോയിഡിലെത്തി. ഏതുവഴി? ഔട്ട്സൈഡ് എയർ കംപ്രസർ വഴി മെയിൻ സോളിനോയിഡിലെത്തി. ഇത് എന്നിട്ട് പിന്നെ അതാ നോക്കേ കേട്ടോ, ഈ ഇൻലെറ്റ് വാൽവ് വഴി ഈ ബെല്ലോയിൽ ഫില്ലാവും. ആ സമയത്ത് എന്താണ് ഔട്ട്ലെറ്റ് വാൽവ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ക്ലോസുമായിരിക്കും. ദ ഓക്സിജൻ കണ്ടന്റ് ഓഫ് എയർ ഫ്ലോയിങ് ഇൻ ടു ബെല്ലോസ് ഈസ് കൺട്രോൾഡ് ബൈ എ പെർസെൻറ്റേജ് കൺട്രോൾ വാൽവ്. അന്നേരം ഈ ബെല്ലോസിലുള്ള ഓക്സിജൻ കണ്ടന്റ് അത് കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? കൺട്രോൾ വാൽവാണ്. എന്ന് വെച്ചാൽ അതാ ഈ ഒരു വാൽവാണ് ഇതിനകത്തുള്ള ഓക്സിജൻ കൺട്രോൾ ചെയ്യുന്നത്. ദ ഹൈ പ്രഷർ ഇൻ ബെല്ലോസ് ചേംബർ കംപ്രസസ് ദ ബെല്ലോസ് ഫോഴ്സിങ് ഓപ്പൺ ദ അപ്പർ ഔട്ട്ലെറ്റ് വാൽവ് സെറ്റ് ഫ്രീ ദ മെയിൻ സോളിനോയിഡ്. അന്നേരം ഹൈ പ്രഷർ ഈ ബെല്ലോസിനകത്ത് ഹൈ പ്രഷർ വരുമ്പോൾ ഈ ബെല്ലോസ് ചേംബർ കംപ്രസ് ചെയ്യുകയും എന്നിട്ട് ഈ അപ്പർ ഔട്ട്ലെറ്റ് ഇതാണ്ടോ, ഈ അപ്പർ ഔട്ട്ലെറ്റ് എന്ത് ചെയ്യുകയും ചെയ്യും? ഫ്രീ ആവുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഓപ്പൺ ആവുകയും ചെയ്യും. അങ്ങനെ ഏതിലോട്ട് ഫ്രീ ആവും? മെയിൻ സോളിനോയിഡിലോട്ട് ഫ്രീ ആവുകയും ചെയ്യും. ദസ് ദ ഓക്സിജൻ എൻറിച്ച്ഡ് എയർ ടു പാസ് ത്രൂ മെയിൻ സോളിനോയിഡ് വാൽവ് ഇൻ ടു എക്സ്റ്റേണൽ ട്യൂബ്സ്, ബാക്ടീരിയൽ ഫിൽറ്റർ, humidifier, nebulizer and then finally to the patient's lungs. എന്നിട്ട് കണ്ടോ ഇതുവഴി ഇവിടെ മെയിൻ സോളിനോയിഡിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഇത് കണ്ടോ ഇതിലേ കൂടെ ഇവിടെയൊക്കെ വരുന്നു ബാക്ടീരിയൽ ഫിൽറ്റർ. കണ്ടോ ബാക്ടീരിയൽ ഫിൽറ്റർ, ഹ്യൂമിഡിഫയർ. ഇത് നിങ്ങൾ വരച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. ഹ്യൂമിഡിഫയറിൽ നിന്ന് പിന്നെ ഈ നെബുലൈസർ വഴി പിന്നെ എങ്ങോട്ട് പോകും? പേഷ്യൻറ്റിൻ്റെ ലങ്സിലോട്ട് പോകും. ഫൈനലി എൻ്റർ ടു ദ പേഷ്യൻ്റ് ലങ്സ്. അന്നേരം ദ മെഡിക്കേറ്റഡ് എയർ ഫ്ലോസ് ഇൻ ടു പേഷ്യൻസ് ലങ്സ് ത്രൂ വാൽവ് 1. അന്നേരം ഈ വാൽവ് 1 കൂടിയാണ് ഈ മെഡിക്കേറ്റഡ് എയർ പേഷ്യൻറ്റിൻ്റെ ലങ്സിലോട്ട് പോകുന്നത്. When inspiration is complete, inspiration complete ആകുമ്പോൾ the main solenoid switches the direction of pneumatic air to repeat the expiration cycle. അന്നേരം ഇൻസ്പിറേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ പിന്നെ എന്ത് നടക്കണം? എക്സ്പിറേഷൻ നടക്കണം. അന്നേരം ഏതാ? മെയിൻ സോളിനോയിഡ്. ഈ മെയിൻ സോളിനോയിഡ് എന്ന് പറയുന്നത് സ്വിച്ചസ് ദ ഡയറക്ഷൻ ഓഫ് ന്യൂമാറ്റിക് എയർ ടു റിപ്പീറ്റ് എക്സ്പിറേഷൻ സൈക്കിൾ. അന്നേരം ഈ മെയിൻ സോളിനോയിഡ് ഇതിൻ്റെ ഡയറക്ഷൻ സ്വിച്ച് ചെയ്യുകയും പിന്നെന്താ എക്സ്പിറേഷൻ സൈക്കിൾ ആരംഭിക്കുകയും ചെയ്യും. ഡ്യൂറിങ് പേഷ്യൻസ് എക്സ്പിറേഷൻ ദ ഡയറക്ഷൻ ഓഫ് എയർ ഇൻ ദ ന്യൂമാറ്റിക് സിസ്റ്റം ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ മെയിൻ സോളിനോയിഡ്. അന്നേരം എക്സ്പിറേഷൻ്റെ സമയത്ത് എയറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആരാണ് നോക്കുന്നത്? ഈ ന്യൂമാറ്റിക് സിസ്റ്റം ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ മെയിൻ സോളിനോയിഡ്. മെയിൻ സോളിനോയിഡാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി സ്പൈറോമീറ്റർ. Spirometer is used to measure the volume of exhaled air so as to give an
alarm to stop aspiration and initiate inspiration. അന്നേരം സ്പൈറോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? എക്സൈൽഡ് എയറിൻ്റെ വോളിയം മെഷർ ചെയ്യാനുള്ള ഒരു ഉപകരണമാണ്. അത് ഒരു അലാറം പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ആ അലാറം പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലം എന്ത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും? എസ്പിറേഷൻ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് എന്ത് ഇനിഷ്യേറ്റ് ചെയ്യും? ഇൻസ്പിറേഷൻ ഇനിഷ്യേറ്റ് ചെയ്യും. During aspiration, air sucked into spirometer chamber through the valve 1, through the outlet valve number 2, the aspired air reaches the main solenoid. Nowadays, the microprocessor based control circuits are used in ventilator system to improve the system reliability and accuracy. ഇപ്പം നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് മൈക്രോ പ്രോസസർ ബേസ്ഡ് കൺട്രോൾ സർക്യൂട്ടാണ് വെന്റിലേറ്ററിനകത്ത് യൂസ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? സിസ്റ്റം ആക്യുറസിയും അതേപോലെ റിലയബിലിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നത് ഒരു മൈക്രോ പ്രോസസർ ബേസ്ഡ് വെന്റിലേറ്ററിൻ്റെ സെറ്റപ്പാണ്. അന്നേരം in microprocessor based ventilator, the microprocessor will assist for ventilation. അന്നേരം മൈക്രോപ്രോസസ്സർ ആയിരിക്കും അവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്നത്. The gas consumption meter is attached to the microprocessor. അന്നേരം എന്താ നോക്കേ, ഇതിനകത്ത് ഒരു ഗ്യാസ് കൺസപ്ഷൻ ഇൻഡിക്കേഷൻ മീറ്റർ ഏതിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? മൈക്രോ പ്രോസസ്സറിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. This unit will monitor the patient's ability to breathe naturally by monitoring the gas consumption. If the gas consumption is low, it indicates the patient is unable to breathe himself. അന്നേരം ഗ്യാസ് ഇൻഡിക്കേഷൻ ഗ്യാസ് കൺസപ്ഷൻ കുറവാണെങ്കിൽ പേഷ്യൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇഫ് ഗ്യാസ് കൺസപ്ഷൻ ഡിഗ്രേഡ്സ് ബിലോ എ ഡിസൈർഡ് വാല്യൂ, ദിസ് യൂണിറ്റ് വിൽ ഇഷ്യൂ കൺട്രോൾ സിഗ്നൽസ് ടു മൈക്രോ പ്രോസസ്സർ. അന്നേരം ഈ ഒരു ഡിസൈഡ് വാല്യൂവിൽ താഴെ പോവുകയാണെങ്കിൽ, ഗ്യാസ് കൺസപ്ഷൻ ഡിഗ്രേഡ് ചെയ്ത് ആ ഒരു വാല്യൂവിൽ താഴെ പോവുകയാണെങ്കിൽ അത് ഈ മൈക്രോ പ്രോസസ്സറിനെ കൺട്രോൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും. The microprocessor is in turn issue a trigger signal to servo ventilator which is connected to patient. Lung machine is also connected to patient to measure വേരിയസ് റെസ്പിറേഷൻ പാരാമീറ്റർ. അന്നേരം ഇതിനകത്ത് ഒരു ലങ് മീറ്റർ ഉണ്ട്. ഇതും എന്താണ്? വേരിയസ് റെസ്പിറേഷൻ പാരാമീറ്റേഴ്സ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വെന്റിലേറ്റേഴ്സ്. ഇന്ന് നമ്മൾ പഠിച്ചത് വെന്റിലേറ്ററാണ്. അപ്പം വെന്റിലേറ്ററിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു ഫിഗർ കറക്റ്റായിട്ട് വരച്ച് പഠിക്കണം. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിനകത്ത് ഓരോന്നും ഞാൻ പറയാം, ഒന്ന് ജസ്റ്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. ഇത് എസ്പിറേഷൻ, ബെല്ലോസ്, അലാം, സ്പൈറോമീറ്റർ. ഓക്കെ, ഇത് വാൽവ് 1, ഔട്ട്ലെറ്റ് 2 കേട്ടോ. ഔട്ട്സൈഡ് എയർ ഏത് വഴിയാണ് കയറുന്നത്? എയർ ഫിൽറ്റർ വഴി എയർ കംപ്രസ് ചെയ്ത്, ഇത് എയർ കംപ്രസർ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. എയർ കംപ്രസർ വഴി എവിടെ? മെയിൻ സോളിനോയിഡ്. അന്നേരം ഇതെന്താണ്? മെയിൻ സോളിനോയിഡ്. ഓക്കെ, ഇനി ഇത് അപ്പർ ഔട്ട്ലെറ്റ്, ബെല്ലോസ് BELLOWS, ബെല്ലോസ് മെറ്റൽ. ഇത് ലോവർ ഔട്ട്ലെറ്റ്, ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ് കേട്ടോ. ഇത് ലോവർ ഔട്ട്ലെറ്റ്, ഇത് അപ്പർ ഔട്ട്ലെറ്റ്, ഒരു ഇൻലെറ്റ് ഉണ്ട്. കൺട്രോൾ വാൽവ് ഓക്സിജൻ ആണ്, O2 ഓക്സിജൻ. ഓക്കെ, ഇനി ഇത് കൺട്രോൾ ഇലക്ട്രോണിക്സ് ഇതിനെ കൺട്രോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് മെയിൻ സോളിനോയിഡിൽ നിന്ന് വരുന്നത് ബാക്ടീരിയൽ ഫിൽറ്റർ. ഇതൊക്കെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് എത്ര ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇതാ നോക്കുക, ബാക്ടീരിയൽ ഫിൽറ്റർ അതാണിത്. ഹ്യൂമിഡിഫയർ, പിന്നെ ഇൻസ്പിറേഷനാണ്. ഇത് ഇൻസ്പിറേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ്ട് ഇത് നെബുലൈസർ. ഓക്കെ, ഈ ഫിഗർ കറക്റ്റായിട്ട് വരച്ചെടുക്കണം. ഫിഗറിനൊക്കെയാണ് ബയോമെഡിക്കലിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത്. സോ
ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ വെന്റിലേറ്റർ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം അടുത്ത ഒരു ലെക്ചറിൽ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു.